പ്രവിധ ഇന്നലെ കഴിഞ്ഞ ദിവസം തിരുവനന്തപുരം വെഞ്ഞാറമൂട് വെമ്പായത്ത് ഒരു ആക്സിഡന്റ് ഒക്കെ നമ്മൾ കണ്ടതാണ്. ഹാപ്പി ലാൻഡ് എന്ന് പറയുന്ന അമ്യൂസ്മെന്റ് പാർക്കിലെ ആ ഒരു ആക്സിഡന്റ് 5 പേർക്ക് പരിക്കേൽക്കുന്ന ഒരു ഘട്ടം വരെ ഉണ്ടായിരുന്നു. ഏതായാലും ഈ അപകടത്തിൽ അധികൃതർക്കെതിരെ കേസെടുക്കുകയാണ് പോലീസ്. പാർക്കിന്റെ ചെയർമാൻ, സൂപ്പർവൈസർ, ഓപ്പറേറ്റർ, ഇലക്ട്രീഷ്യൻ എന്നിവർക്കെതിരെയാണ് കേസ്. സ്വിംഗ് ചെയർ സുരക്ഷാ സംവിധാനം ഇല്ലാതെയാണ് പ്രവർത്തിച്ചിരുന്നത് എന്നാണ് എഫ്ഐആറിൽ പറയുന്നത്. ഷഫീദ് റാവുത്തർ വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന് ചേരുകയാണ്. ഷഫീദ്, ഗുഡ് മോർണിംഗ്. ആദ്യം തന്നെ ചോദിക്കട്ടെ, ഈ ചികിത്സയിൽ കഴിയുന്നവരുടെ ആരോഗ്യസ്ഥിതി സംബന്ധിച്ചുള്ള എന്തൊക്കെ വിവരങ്ങളാണ് ഇപ്പോൾ ലഭ്യമാകുന്നത്? മാത്രമല്ല, ഈ ഹാപ്പി ലാൻഡിലെ അപകടവുമായി ബന്ധപ്പെട്ട സുരക്ഷാ മുന്നൊരുക്കങ്ങൾ ക്രമീകരിക്കുന്നതിൽ മാനേജ്മെന്റ് പരാജയപ്പെട്ടു എന്ന ആരോപണം ഉയർന്ന സാഹചര്യത്തിൽ എന്തൊക്കെ കാര്യങ്ങളാണ് വിശദമായി പോലീസ് പരിശോധിക്കുക? പ്രവൃത്തി ഇന്നലെയാണ് തിരുവനന്തപുരം വെമ്പായത്ത് പ്രവർത്തിക്കുന്ന ഹാപ്പി ലാൻഡിലെ സ്വിംഗ് ചെയർ അത് ഇളകി വീണ അപകടമുണ്ടായത്. അപകടത്തിൽ 30-ഓളം പേർക്ക് പരിക്കേറ്റിരുന്നു. അതിൽ ഇപ്പോൾ എല്ലാവരും തന്നെ ചികിത്സ പൂർത്തിയാക്കി ആശുപത്രി വിട്ടു എന്നുള്ളതാണ് നിലവിൽ നമുക്ക് ലഭിക്കുന്ന വിവരം. പക്ഷേ അതൊരു വലിയ അപകടമാണെന്ന വിലയിരുത്തലാണ് ഇപ്പോൾ ജില്ലാ ഭരണകൂടം അടക്കമുള്ളത്. അതിന്റെ അടിസ്ഥാനത്തിലാണ് ഈ പാർക്കിന്റെ പ്രവർത്തനം താൽക്കാലികമായി നിർത്തുകയും സുരക്ഷാ സംവിധാനങ്ങളെ കുറിച്ച് പരിശോധിക്കാൻ തീരുമാനിക്കുകയും ചെയ്തത്. ഇതിന്റെ അടിസ്ഥാനത്തിൽ പരിശോധന ആരംഭിച്ചിട്ടുണ്ട്. മാത്രവുമല്ല, ഈ സംഭവവുമായി ബന്ധപ്പെട്ട് ജില്ലാ കളക്ടർ റിപ്പോർട്ട് തേടിയിരുന്നു. വില്ലേജ് ഓഫീസർ കഴിഞ്ഞ ദിവസം തന്നെ അപകട സ്ഥലം സന്ദർശിച്ച് പരിശോധിച്ചിരുന്നു. റിപ്പോർട്ട് ഉടൻ കളക്ടർക്ക് കൈമാറും എന്നുള്ളതാണ് പറഞ്ഞിരിക്കുന്നത്. ഈ ഹാപ്പി ലാൻഡിൽ സുരക്ഷാ മുന്നൊരുക്കങ്ങൾ ക്രമീകരിക്കുന്നതിൽ മാനേജ്മെന്റ് പരാജയപ്പെട്ടു എന്നുള്ളതടക്കം ചൂണ്ടിക്കാണിച്ചാണ് ഇപ്പോൾ പോലീസ് എഫ്ഐആർ രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. വെഞ്ഞാറമൂട് പോലീസാണ് ഇതുമായി ബന്ധപ്പെട്ട് കേസെടുത്തിരിക്കുന്നത്. പാർക്കിന്റെ ചെയർമാൻ, സൂപ്പർവൈസർ, ഓപ്പറേറ്റർ, ഇലക്ട്രീഷ്യൻ എന്നിവർക്കെതിരെയാണ് കേസ്. സ്വിംഗ് ചെയർ സുരക്ഷാ സംവിധാനമില്ലാതെ ഉപേക്ഷാപൂർവ്വം പ്രവർത്തിപ്പിച്ചു, പണം കൊടുത്ത് അവിടെ വിനോദസഞ്ചാരത്തിനായി എത്തിയ ആളുകൾക്ക് ജീവഹാനി ഉണ്ടാക്കുന്ന തരത്തിലേക്കുള്ള ചില ഇടപെടലുകൾ അത് മാനേജ്മെന്റിന്റെ ഭാഗത്തുനിന്നുണ്ടായി. കൂടാതെ ഇവരെ ആശുപത്രിയിൽ എത്തിക്കാനുള്ള മതിയായ സൗകര്യങ്ങൾ ഉണ്ടായിരുന്നില്ല എന്നടക്കമുള്ള കാര്യങ്ങൾ ചൂണ്ടിക്കാണിക്കുന്നുണ്ട് ഈ എഫ്ഐആറിൽ. അതുകൊണ്ട് തന്നെ ഈ ബോധപൂർവ്വം മനുഷ്യജീവന് ഹാനി ഉണ്ടാക്കുന്നതിനിടയാക്കിയെന്ന വകുപ്പ് ചുമത്തിയാണ് കേസെടുത്തിരിക്കുന്നത്. ഇന്ന് രണ്ടാമത്തെ പ്രധാനപ്പെട്ട കാര്യം, ഇതുമായി ബന്ധപ്പെട്ട ഫയർഫോഴ്സിന്റെയും അതേപോലെ പഞ്ചായത്ത് ഭരണകൂടത്തിന്റെ ഇലക്ട്രിക്കൽ ഇൻസ്പെക്ഷന്റെ ഉൾപ്പെടെ ലൈസൻസ് തേടാൻ ഇപ്പോൾ പോലീസ് നീക്കം ആരംഭിച്ചിട്ടുണ്ട്. ഏതെങ്കിലും തരത്തിൽ ലൈസൻസ് ഇല്ലാതെയാണ് പ്രവർത്തിച്ചത് എന്നുള്ള കാര്യം സ്ഥിരീകരിച്ചു കഴിഞ്ഞാൽ പാർക്കിനെതിരെ മറ്റു വകുപ്പുകൾ കൂടി ചുമത്തി കേസെടുക്കാനുള്ള നീക്കമാണ് വെഞ്ഞാറമൂട് പോലീസ് ഇപ്പോൾ നടത്തുന്നത്. പ്രവിധ. ശരി, ഷഫീദ് റാവുത്തറാണ് വിവരങ്ങൾ നൽകിയത്. അമൃതായി, ഷഫീദ് ഇപ്പോൾ പറഞ്ഞതുപോലെ തന്നെ ഈ ആളുകളൊക്കെ ഇപ്പോൾ ചികിത്സ പൂർത്തിയാക്കി ആശുപത്രി വിട്ടിട്ടുണ്ടെന്നുള്ളത് ആശ്വാസകരമായ കാര്യമാണ്. പക്ഷേ എന്തെങ്കിലും സംഭവിച്ചിരുന്നെങ്കിൽ ഇതാകുമായിരുന്നില്ല അവസ്ഥ. തലനാരിഴയ്ക്ക് രക്ഷപ്പെട്ടു എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. എന്തായാലും ഈ ഒരു സാഹചര്യത്തിൽ സംസ്ഥാനത്തെ മറ്റ് അമ്യൂസ്മെന്റ് പാർക്കുകളിലെ സുരക്ഷ കൂടി ഉറപ്പാക്കാൻ ഉള്ള നടപടികൾ ഇപ്പോൾ അധികൃതർ സ്വീകരിച്ചു വരുന്നു എന്നാണ് അറിയാൻ സാധിക്കുന്നത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.